ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു 1 ലൈൻ സീരീസ് ക്യാമറ, ഒരു 2 ലൈൻ സീരീസ് ക്യാമറ, പിന്നെ ഒരു 3 ലൈൻ സീരീസ് ക്യാമറ. അപ്പോൾ പല ആളുകളുടെയും സംശയം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ 1 ലൈൻ 2 ലൈൻ 3 ലൈൻ സീരീസ് ക്യാമറകൾ, ഇതിനെന്തെങ്കിലും പ്രത്യേകതകൾ വരുന്നുണ്ടോ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ, വെറും 5 മിനിറ്റാണ് നമ്മുടെ വീഡിയോ വരുന്നുള്ളൂ, പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി നോക്കുക. ഈ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. കാരണം വളരെ വലിയൊരു ടോപ്പിക്കിനെ ചെറുതായിട്ട് ഞാൻ ഈ ഒരു 5 മിനിറ്റിലേക്ക് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഏറ്റവും ആദ്യം പറയട്ടെ, ഈ 1 ലൈൻ സീരീസ് ആണെങ്കിലും 2 ലൈൻ ആണെങ്കിലും 3 ലൈൻ സീരീസ് ക്യാമറ ആണെങ്കിലും നിങ്ങൾ നിക്വിഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡ്രോബാക്കും ബെനിഫിറ്റും എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും നമുക്ക് കാണാൻ പറ്റില്ല. ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയും അക്യൂസൻസ് ഫീച്ചർ വർക്ക് ആവുന്നത് 2 ലൈനിലും 3 ലൈനിലൊക്കെയാണ് വരുന്നതെന്ന് പറയും. പക്ഷേ നമ്മൾ 1 ലൈനിൽ പോയി നോക്കുക, അവിടെയും അക്യൂസൻസ് ഫീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ കോസ്റ്റ് കുറവാണ്, അക്യൂസൻസ് ഫീച്ചർ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 1 ലൈനിൽ അവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അതേസമയം 2 ലൈൻ സീരീസ് ക്യാമറ നമ്മൾ വെബ്സൈറ്റിൽ പോയി നോക്കുവാണെങ്കിൽ നമ്മൾ ഓർക്കും, എന്നാൽ പിന്നെ ഇത് പ്രോ സീരീസ് ആണല്ലോ, ഈ പ്രോ സീരീസ് ക്യാമറയാണ് ഏറ്റവും കിടിലൻ ക്യാമറ, ബാക്കിയുള്ളതൊക്കെ പൊട്ട ക്യാമറകളാണെന്ന് നമുക്ക് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അൾട്രയിനായിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അൾട്രാ സീരീസാണ് ഏറ്റവും അടിപൊളി നമുക്ക് തോന്നും. അതായത് ഓരോ ക്യാമറകളുടെയും സ്പെസിഫിക്കേഷൻ വളരെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ക്യാമറകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. കാരണം നെക്സ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഇത് ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാമറകളെല്ലാം ഡെയിലി ബേസിൽ ഞങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ 1 ലൈൻ സീരീസ് ക്യാമറകൾ എന്ന് പറഞ്ഞാൽ വാല്യൂ സീരീസ് ക്യാമറകളാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രൈസ് കുറവാണ് ഈ ഒരു ക്യാമറയുടെ മുഖമുദ്ര. ഇതിൽ 1 ലൈൻ സീരീസ് ക്യാമറയിൽ നമ്മൾ പറയും 2 മെഗാ പിക്സലും 4 മെഗാ പിക്സലും 8 മെഗാ പിക്സലും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ക്യാമറ ഒരു 6 മെഗാ പിക്സൽ സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണ്. 1 ലൈൻ സീരീസ് ക്യാമറ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ലോ കോസ്റ്റിലുള്ള ക്യാമറയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ചോയ്സ് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഹ്യൂമൻ ഡിറ്റക്ഷൻ ഫീച്ചറൊന്നും അത്രത്തോളം ആക്യുറേറ്റ് അല്ലാന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മാത്രമല്ല ഈ ഒരു ക്യാമറയുടെ ബിൽഡ് ക്വാളിറ്റിയും അത്രത്തോളം നല്ലതായിരിക്കില്ല. കാരണം അതിന് ഏറ്റവും വില കുറവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമല്ലോ. ഇത് രണ്ടാമത്തെ ടൈപ്പ് ക്യാമറയാണ് ഈ പ്രോ സീരീസ് ക്യാമറ, അതായത് 2 ലൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ പ്രോ സീരീസ് ആണ്. ഇപ്പോൾ പ്രോ മീൻസ് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും കിടിലൻ ക്യാമറ ആണ്. പക്ഷേ ഇതിനേക്കായി മുകളിൽ വരുന്ന ക്യാമറയാണ് ഈ അൾട്രാ സീരീസ് ക്യാമറ. ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാറ്റഗറിയിൽ നമ്മൾ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഈ 2 പ്രോഡക്റ്റുകളാണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺലൈനിലാണെങ്കിലും നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ 2 പ്രോഡക്റ്റ് ആയിരിക്കും, 1ഉം 2ഉം. അപ്പോൾ ഇതിൽ 2 ആണ് കുറേ കൂടെ ബെറ്റർ ക്വാളിറ്റി വരുന്നത് 1നെ അപേക്ഷിച്ച്. അപ്പോൾ നല്ല അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയൊക്കെയുള്ളൊരു ക്യാമറയാണിത്. മാത്രമല്ല അക്യൂസൻസ് ഫീച്ചറൊക്കെ വർക്ക് ആവുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അക്യൂസൻസ് ഫീച്ചറൊക്കെ നമ്മുടെ ഈ ഒരു അൾട്രാ സീരീസ് പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും. ഇനി ഏറ്റവും ക്വാളിറ്റിയുള്ള ഞങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അൾട്രാ സീരീസ് ക്യാമറയാണ്. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ പെർഫോമൻസ് ആണ്. ഏറ്റവും നല്ല പെർഫോമൻസ് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കിട്ടും. മാത്രമല്ല ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഈ 2 ക്യാമറകളെ വെച്ച് നോക്കുമ്പോഴും അടിപൊളിയാണ്, ഒരു പ്രശ്നവുമില്ല. നമുക്ക് വെതർ പ്രൂഫാണ്, നമുക്ക് ഔട്ട്ഡോറൊക്കെ കൊണ്ടുവയ്ക്കാൻ യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ 2 വർഷം വാറണ്ടിയാണ് ഏത് ക്യാമറ എടുത്താലും വരുന്നത്. അപ്പോൾ നമ്മൾ മഴയും വെയിലൊക്കെ കൊള്ളുന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടി തീരുമ്പോഴായിരിക്കും നമ്മുടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പണി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും വാറണ്ടി കഴിഞ്ഞ് പോയതുകൊണ്ട് നമ്മൾ അവർക്ക് കാശ് കൊടുക്കാതെ സർവീസ് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ക്യാമറ വയ്ക്കുമ്പോൾ അതിന് ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഔട്ട്ഡോർ വെറുതെ ഫ്രീ ആയിട്ടാണ് നമ്മൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ഹൗസിങ്ങിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ എടുത്ത് വയ്ക്കാൻ നോക്കുക. പക്ഷേ ഇതേപോലെ ഇത്രയും വലിപ്പമുള്ള ക്യാമറയൊന്നും ക്യാമറ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ കയറത്തില്ല. അത് വളരെ ചെറുതായിരിക്കും. സാധാരണ ഇപ്പോൾ 12 ഇഞ്ച് ക്യാമറ ഹൗസിംഗ് എന്ന് പറഞ്ഞാലും അതിന് നീളം മാത്രമേ ഞങ്ങൾ വീട്ടിൽ കാണുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ട് ഇത് കയറാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഷെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വെള്ളം കയറുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയാണ് 1 ലൈൻ 2 ലൈൻ 3 ലൈൻ സീരീസ് ക്യാമറകളെ പറ്റി എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് ഈ 3 ലൈൻ സീരീസ് ക്യാമറകളാണ്.
39 സീരീസ് ക്യാമറകൾ ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമല്ല, ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. അതായത് നോം ഉണ്ട്, ടററ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബുള്ളറ്റ് ഉണ്ട്. അങ്ങനെ പല പല ടൈപ്പ് ഉണ്ട്. ബുള്ളറ്റ് ക്യാമറകൾ തന്നെ പല മോഡൽ വരുന്നുണ്ട്. 2MP 4MP അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് സ്മാർട്ട് ഹൈബ്രിഡ്, ഇൻഫ്രാറെഡ് ലൈറ്റുള്ള ക്യാമറകൾ, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ, നമ്മളൊരു വീട്ടിലായിട്ടോ ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്യാമറകളും ഒരുപോലെ ആയിരിക്കില്ല. അതായത് നിങ്ങളിപ്പോൾ ഇതേപോലത്തെ 5 എണ്ണം മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കുകയാണെങ്കിൽ ആ 5 പോയിന്റിലും ഒരേ രീതിയിലായിരിക്കില്ല ഈ ക്യാമറ പെർഫോം ചെയ്തത്. കാരണം അവിടെ ആ ഒരു ഏരിയ നമ്മൾ എത്രത്തോളം വരുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് ക്യാമറ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറേ കൂടെ എൻ്റെ സജഷനാണ് കേട്ടോ, കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റീസുള്ള ഇതുപോലുള്ള ക്യാമറകൾ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മോശം ഡിറ്റക്ഷൻ അലേർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ 100% ആക്യുറസി നമുക്ക് ഈ ഹ്യൂമൻ ഡിറ്റക്ഷനകത്ത് കിട്ടില്ല. അതിപ്പോൾ ഏത് ക്യാമറ എടുത്തെന്ന് പറഞ്ഞാലും 100% കിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പറയാൻ പറ്റും, ഈ 2 ക്യാമറകൾ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പെർഫോമൻസിനേക്കാളും എന്തുകൊണ്ട് കൂടുതലായിരിക്കും ഇതിനകത്ത് വരുന്ന പെർഫോമൻസ്. അതുമാത്രം നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഹ്യൂമൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ക്യാമറ എടുക്കുന്നു എന്നുള്ളതിന് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യണത്, നമ്മൾ ആ ഒരു ക്യാമറ എടുത്തിട്ട് എങ്ങനെ വെക്കുന്നു എന്നുള്ളതിനനുസരിച്ച് കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് IP ക്യാമറകളെ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ സ്ഥാപനങ്ങളിലൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കണം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.